നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ്, ജനനം. പക്ഷേ ഇതൊരു ബയോളജി ക്ലാസ് ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഒരു വിശുദ്ധമായ രൂപകൽപ്പനയിലേക്കുള്ള ഒരു യാത്രയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ലോകത്തിലേക്ക് കണ്ണു തുറക്കുന്നതിന് മുൻപ് നമുക്ക് കൂട്ടായിരുന്ന ആ ഒരൊറ്റ ശബ്ദം, ആ ഹൃദയമിടിപ്പ് ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപക്ഷെ ആ താളം, നമ്മുടെ എല്ലാം ആദ്യത്തെ സംഗീതം ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ആ ഒരു ഓർമ്മയോടെ നമുക്ക് ഈ യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മുടെയൊക്കെ കഥ എവിടെയാ തുടങ്ങുന്നത്? ആദ്യത്തെ ഇടത്തു നിന്ന് തന്നെ നമുക്കും തുടങ്ങാം. നമ്മുടെയെല്ലാം വിശുദ്ധ സങ്കേതമായ ഗർഭപാത്രത്തിൽ നിന്ന്. ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ, ആ സങ്കേതത്തിന്റെ ഉള്ള്. പുറം ലോകത്തെ ബഹളമൊന്നുമില്ലാത്ത മങ്ങിയ സംരക്ഷിതമായൊരു വെളിച്ചം, ചുവപ്പും സ്വർണവും കലർന്ന ഊഷ്മളമായ നിറങ്ങൾ, പിന്നെ മൃദുലമായ പാളികൾ കൊണ്ട് പൊതിഞ്ഞൊരിടം. സത്യത്തിൽ മണ്ണിൽ നിന്നുള്ള നമ്മുടെ ശരീരവും ദൈവത്തിൽ നിന്നുള്ള ആത്മാവും ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരു വിശുദ്ധമായ ഇടമാണിത്. അതെ, ഇവിടെയാണ് എല്ലാം തുടങ്ങുന്നത്. ഒരു മനുഷ്യൻ എന്ന മഹാ അത്ഭുതത്തിന്റെ പിറവി. ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമില്ലേ? അപ്പോൾ ഈ അത്ഭുതം എങ്ങനെയാണ് സംഭവിക്കുന്നത്? വെറുതെ അങ്ങുണ്ടാവുന്നതാണോ? അല്ല, ഇതിനു പിന്നിൽ കൃത്യമായൊരു രൂപരേഖയുണ്ട്, ഒരു ദൈവീക വാസ്തുവിദ്യ. ഒരൊറ്റ കോശത്തിൽ നിന്ന് ഒരു പൂർണ്ണ മനുഷ്യനിലേക്കുള്ള ആ യാത്രയുടെ ബ്ലൂ പ്രിന്റ് നമുക്കൊന്ന് നോക്കാം. ശരി, നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. സൂറ അൽ മോമിനൂനിൽ വിവരിക്കുന്ന ഈ ഘട്ടങ്ങൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. നോക്കൂ, ഒരു തുള്ളി ദ്രാവകത്തിൽ നിന്നാണ് തുടക്കം. പിന്നീട് അത് ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിക്കുന്ന ഒരു രക്തപിണ്ഡമായി മാറുന്നു. അതാണ് ജീവന്റെ ആദ്യത്തെ പിടിവള്ളി. പതിയെ അതൊരു മാംസകഷ്ണമായി മാറുന്നു. അതിനുശേഷമാണ് ശരിക്കുള്ള മാജിക്. ആ മാംസപിണ്ഡത്തിനുള്ളിൽ അസ്ഥികൾ, അതായത് ഒരു ചട്ടക്കൂട്, രൂപം കൊള്ളുന്നു. എന്നിട്ടോ ആ അസ്ഥികളെ മാംസം കൊണ്ട് പൊതിയുന്നു. ഒടുവിൽ തികച്ചും പുതിയൊരു സൃഷ്ടിയായി, ഒരു പൂർണ്ണ മനുഷ്യനായി അത് മാറുകയാണ്. ഓരോ ഘട്ടവും എത്ര കൃത്യമായാണ് വിവരിച്ചിരിക്കുന്നതല്ലേ? ഈ ദൈവിക വചനത്തിന്റെ പൂർണ്ണത നോക്കൂ. അനന്തരം അതിന് തികച്ചും മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. അപ്പോഴേറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ആ പ്രക്രിയയുടെ വിവരണത്തിന് ശേഷം ഏറ്റവും മികച്ച ആ സൃഷ്ടികർത്താവിനുള്ള സ്തുതിയോടെയാണ് അത് അവസാനിക്കുന്നത്. ഈ വാക്കുകളുടെ ഭംഗിയും ആഴവും നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും, ഉറപ്പാണ്. ഇനി ആ സങ്കേതത്തിനുള്ളിൽ വളരുന്ന ജീവനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ കണ്ണിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതെന്താണെന്ന് നോക്കാം. പൊക്കിൾക്കൊടി. പൊക്കിൾക്കൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? വായുവിനും ഭക്ഷണത്തിനുമുള്ളൊരു വഴി, അല്ലേ? പക്ഷേ അത് മാത്രമല്ല. പ്രതീകാത്മകമായി നോക്കിയാൽ അത് നമ്മുടെയെല്ലാം ആദ്യത്തെ ബന്ധമാണ്, ആദ്യത്തെ കണക്ഷൻ. ഒരുപക്ഷേ നമ്മൾ ജീവിതത്തിൽ സ്ഥാപിക്കുന്ന മറ്റെല്ലാ ബന്ധങ്ങളുടെയും തുടക്കം അവിടെ നിന്നായിരിക്കാം. ഒരു വലിയ ഓർമ്മയുടെ അടയാളം. അപ്പം നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചു പോകും, ജീവനെ രൂപപ്പെടുത്തുകയും നിലനിർത്തുകയുമൊക്കെ ചെയ്യുന്ന ഇത്രയും സങ്കീർണമായ ഒരു സംവിധാനത്തിനു പിന്നിൽ ആരായിരിക്കും? ഇതിന്റെ ശില്പി ആരായിരിക്കും? യാദൃച്ഛികമായി ഇങ്ങനെയൊന്നുണ്ടാകുമോ? ഇനി നമുക്ക് ഈ അത്ഭുതയാത്രയുടെ ക്ലൈമാക്സിലേക്ക് പോകാം, ഏറ്റവും നാടകീയമായ ആ നിമിഷത്തിലേക്ക്. ജനനവും ആ ആദ്യത്തെ കരച്ചിലിന്റെ യഥാർത്ഥ അർത്ഥവും. ഇവിടെയാണ് ഏറ്റവും മനോഹരമായൊരു ആശയം വരുന്നത്. നോക്കൂ, ഗർഭപാത്രത്തിൽ ആ ജീവൻ പൂർണ്ണമായും സുരക്ഷിതമായിരുന്നു, സൃഷ്ടിയുമായി ഒന്നായി അഭേദ്യമായ ഒരു ബന്ധത്തിൽ. എന്നാൽ ജനനത്തോടെ എന്തു സംഭവിക്കുന്നു? ആ ബന്ധം, ആ പൊക്കിൾക്കൊടി മുറിക്കപ്പെടുന്നു. അവിടെ ആദ്യത്തെ വേർപാട് സംഭവിക്കുന്നു. ആ വേർപാടിനോടുള്ള പ്രതികരണമാണ് ആ ആദ്യത്തെ കരച്ചിൽ. അതായത് ആ ആദ്യത്തെ കരച്ചിൽ വെറുതെ ശ്വാസമെടുക്കുന്നതിന്റെ ശബ്ദം മാത്രമല്ല, അത് സൃഷ്ടിയിൽ നിന്നുള്ള വേർപാടിന്റെ ശബ്ദമാണ്. ആ പൂർണ്ണതയിൽ നിന്ന് വേർപെട്ടു പോയതിന്റെ വേദനയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ആ കരച്ചിൽ അവിടെ തീരുന്നില്ല, അത് തുടരുന്നു. ആ ആദ്യത്തെ വേർപാടിന്റെ വിങ്ങൽ, ആ നഷ്ടബോധം, ഒരു പൂർണ്ണത തേടിയുള്ള നമ്മുടെയൊക്കെ അടങ്ങാത്ത ആഗ്രഹം, അതെല്ലാം ജീവിതത്തിലുടനീളം ഒരു പ്രതിധ്വനി പോലെ നമ്മോടൊപ്പമുണ്ട്. അപ്പം നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്: ഈ വിങ്ങൽ എവിടെയാണ് അവസാനിക്കുന്നത്? ജീവിതത്തിൽ നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ആ ഒരു ശൂന്യത, ഒരുപക്ഷെ അതിൻ്റെയെല്ലാം തുടക്കം ആ ആദ്യത്തെ വേർപാടിൽ നിന്നായിരിക്കാം. അപ്പോൾ ഇവിടെയാണ് ഈ വേദനയ്ക്ക് ഒരവസാനമുള്ളത്. ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.